ഹായ് ചേച്ചി. ഹായ്. മിണ്ടി മിണ്ടി മിണ്ടാതാരുണ്ടോ ജീവിതത്തിൽ? മിണ്ടാതാര് തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ. എങ്ങനെയാ പറയാ, എനിക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. സാധാരണ അങ്ങനെ വലിയ ഫ്രണ്ട്ഷിപ്പിനൊന്നും വലിയ ഇത് കൊടുക്കാത്ത ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് അങ്ങനെ ഫ്രണ്ട്സും ഒന്നും ഇല്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ ജീവിതത്തിലോട്ടൊരു ഫ്രണ്ട് വന്നതും. ഞാനോടും ഭയങ്കര ഫ്രണ്ടായിരുന്നു. എനിക്കറിയില്ല, ഞാൻ അവളോട് ഷെയർ ചെയ്യാത്ത ഒരു കാര്യങ്ങളും ഇല്ല. എൻ്റെ എല്ലാ സങ്കടങ്ങളും കാര്യങ്ങളും എല്ലാം അവൾക്കറിയാം. അങ്ങനെ എനിക്ക് വളരെ പ്രിയപ്പെട്ടവളായി മാറി. പെട്ടെന്ന് എനിക്കറിയില്ല, അവളിപ്പോൾ എന്നോട് മിണ്ടാറില്ല. അവൾ എന്താണ് ഞാൻ ചെയ്ത തെറ്റെന്ന് എനിക്കറിയില്ല. എൻ്റെ മുഖത്ത് നോക്കാറില്ല, എന്നെ നോക്കി ചിരിക്കാറില്ല. ആദ്യം എനിക്ക് ഭയങ്കര വേദനിപ്പിച്ചു, എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചു. ഞാൻ കുറേ പോയി ചോദിച്ചു, നിനക്ക് എന്താ പ്രശ്നമെന്ന്. എന്നിട്ട് അവൾ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറുകയാണ്. പിന്നെ എനിക്ക് മനസ്സിലായി, ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വന്ന് എന്തെങ്കിലും തെറ്റായിരിക്കാം. ഇപ്പം ഞാൻ ഹാപ്പിയാണ്. ഇപ്പം എനിക്കൊരു ഫ്രണ്ട്സ് ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. കാരണം ഒരു പരിധിയിൽ കൂടുതൽ ആരെയും നമ്മളെ എന്താ പറയുക ലൈഫിലോട്ട് അടുപ്പിക്കാൻ തന്നെയാണ് നല്ലത്. ആരെപ്പോൾ നമ്മളിട്ടിട്ട് പോകുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ ഇപ്പം ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ തന്നെയാണ്. എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എത്ര സമയം ഒറ്റയ്ക്കിരുന്നാലും എനിക്ക് ബോറടിക്കില്ല. കാരണം ആരും നമ്മളെ ഇട്ട് പോവില്ല, എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവണമെന്നൊന്നും നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല കേട്ടോ. അതുപോലെ തന്നെ ഇത്രമാത്രം മിണ്ടിയ ആൾക്കാരെ പെട്ടെന്ന് മിണ്ടാതാകുമ്പോൾ നമുക്ക് വരുന്നൊരു വേദനയുണ്ട്. അത് നമുക്കേ അറിയുള്ളൂ. ചിലപ്പോൾ നമ്മളെ നിന്നൊന്നും എന്ത് തെറ്റായിരിക്കാം, പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ എവിടെയും ഒറ്റയ്ക്ക് പോകാനാണ് എനിക്കിഷ്ടം. എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാനാണ് എനിക്കിഷ്ടം. ആ ഒരു ലൈഫിൽ ഞാനിപ്പോൾ ഹാപ്പിയാണ്. അങ്ങനെ എന്നെ ആക്കി തീർത്തത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അവളായിരിക്കും തോന്നുന്നു.